ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചൂടിനും നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി സർവത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ്. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട കസ്കസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 10-15ഓളം കുരുവില്ലാത്ത കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം കളർ കിട്ടണമെങ്കിൽ നല്ല ഡാർക്ക് കളറുള്ള മുന്തിരി തന്നെ എടുക്കുക. അപ്പോൾ നല്ല ഡാർക്ക് കളർ കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 3 വലിയ ഏലക്കായ ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനെടുത്തിരിക്കുന്നത് കുരുവില്ലാത്ത മുന്തിരിയാണല്ലോ. അപ്പോൾ കുരുവുള്ള മുന്തിരിയാണെങ്കിൽ അരച്ചെടുക്കുമ്പോൾ കുരു അരിയാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് നന്നാരി സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സർവത്തല്ലേ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂണോളം നന്നാരി സിറപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയതായാലും കടയിൽ നിന്ന് വാങ്ങിയാലും ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 വലിയ ഗ്ലാസ്സിലുള്ള അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സർവത്ത് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല കളറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സർവത്താണിത്. അപ്പോൾ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇനി നിങ്ങളുടെ കയ്യിൽ നന്നാരി സിറപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് നാരങ്ങ വെള്ളമായിട്ടും ഉണ്ടാക്കിയെടുക്കാം. നന്നാരി സിറപ്പ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസായിട്ട് അറിയിക്കാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.